ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്വീറ്റാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വീറ്റ് തന്നെയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ 1-2 അൺബോക്സിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കിടിലൻ സ്വീറ്റാണ്, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. കുനാഫ എന്നും പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ബക്ലാവ എന്നും പറയാൻ പറ്റില്ല. അതിന് രണ്ടിനും കൂടി ഇടയ്ക്കുള്ളൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പം ഇത് ഞാൻ കുറച്ച് മുമ്പ് ഷെയർ ചെയ്തിരുന്നല്ലോ, കുനാഫ റോൾസ്. അപ്പം കുനാഫ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, റോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡോ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലത്തെ വേറൊരു സ്വീറ്റായിരുന്നു ഈ ബേർഡ്സ് നെസ്റ്റ് ബക്ലാവ. ഇത് ഞാൻ 2 വർഷം മുമ്പ് ഷെയർ ചെയ്തതായിരുന്നു. അപ്പോൾ അന്ന് അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവില്ല. കിടിലൻ സ്വീറ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ പിൻ കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ പേരെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. 1 കപ്പ് പഞ്ചസാര നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് പഞ്ചസാര മെൽറ്റാവുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു പാന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ കിട്ടുമെന്ന്. ഇത് റോയൽ ഫോർഡിൻ്റെ കുക്ക് വെയർ ആണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് നാട്ടിൽ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നെസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇപ്പം ഈ ഒരു പാത്രം അവൈലബിൾ ആണ് കേട്ടോ. അതവർ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പേര് നാട്ടിൽ കിട്ടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചസാര മെൽറ്റാവുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയിട്ട്, ഒരുപാടൊന്നും ചേർക്കണ്ട. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ കുനാഫയിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ ആ സെയിം പരുവം തന്നെയാണ്. അതായത് നമുക്ക് ഒരു ഒട്ടി പിടിക്കുന്ന പരുവം മതി, 1 സ്ട്രിങ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് ഒന്നുകൂടെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക, തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് ബദാം ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാട്ടോ, പൊടിച്ചതല്ല, കഷ്ണങ്ങളാക്കിയതാണ് വേണ്ടത്. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് പിസ്ത ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പിസ്ത സ്ലൈസസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഈ ഒരു ഗ്രീൻ കളർ പിസ്ത ജ്യൂസ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം സാധാ പിസ്ത ജ്യൂസ് ആണെങ്കിൽ തോട് കളഞ്ഞിട്ട് ആ ഒരു ഹോളായിട്ട് എടുക്കും ചെയ്യട്ടെ. അതും ഇതുപോലെ തന്നെ ബദാമിനെ പോലെ നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കാം. ഈ പിസ്ത സ്ലൈസസ് അങ്ങനെ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം രണ്ടും ഓരോ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നട്ട്സാണ്. അപ്പോൾ ബദാമില്ലാത്തവർക്ക് കാഷ്യൂസ് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കണം കേട്ടോ, സിറപ്പ് മാത്രം പോരാ, പഞ്ചസാര വേണം. 3 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ ഇതുപോലെ ഒരു 1-2 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഞാനെന്താ ഇത്രയും ചേർത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഉണ്ടല്ലോ, ഷുഗർ സിറപ്പ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുഴക്കുന്ന സമയത്ത് ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവാവും. ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. വല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര കട്ടിയിലാവണ്ട, എന്നാൽ കുറച്ചൊരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് നമുക്ക് ഈ ഒരു സംഭവം വേണ്ടത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ട്രേ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമല്ലേ നമ്മൾ നട്ട്സൊക്കെ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പം ചെറിയൊരു ട്രേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ സോഫ്റ്റ് ബട്ടറാണ്, സോഫ്റ്റായിട്ടുള്ള ബട്ടറാണ്. അതായത് നമ്മൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം പുറത്ത് വയ്ക്കുക, അപ്പം ബട്ടർ നന്നായിട്ട് സോഫ്റ്റ് ആവും. മെൽറ്റ് ആക്കിയിട്ടില്ല, സോഫ്റ്റ് ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ സോൾട്ടഡ് ആണ് കേട്ടോ, അൺസോൾട്ടഡ് അല്ല. സോൾട്ടഡും അൺസോൾട്ടഡും ഒക്കെ എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ട്രേ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ, അത് വിട്ടു പോരുത്. ചെറുതായിട്ടൊന്നുമല്ല, നന്നായിട്ട് തന്നെ അത് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനാഫേൻ്റെ ഡോ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറൊരു സ്വീറ്റ് ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ അന്ന് വാങ്ങിച്ചായിരുന്നു 500 ഗ്രാം വരുന്ന കുനാഫേൻ്റെ ഡോ ആയിരുന്നു. അപ്പോൾ അതിന് സ്വീറ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള ഡോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ അന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും വേണ്ട. അപ്പം കുനാഫേൻ്റെ ഡോ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നവരോടാണ് പറയുന്നത്, നമ്മൾ ഡോ ഫ്രീസറിലാണ് വെക്കാറ്. അപ്പോൾ ഫ്രീസറിന് ഒരു കുറേ നേരം പുറത്ത് വെക്കണം. എന്നിട്ട് നല്ലോണം റൂം ടെമ്പറേച്ചറിലായ ശേഷം നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് അടർത്തി കൊടുക്കണം. ഇത് ഭയങ്കര തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുനാഫ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിത് ബ്ലെൻഡറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ചെടുക്കൊന്നും വേണ്ട, വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ പൊടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാക്സിമം കൈകൊണ്ട് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുക. ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡറിലൊന്ന് ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാവും. അപ്പോൾ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ലെയർ ആക്കാൻ വേണം കേട്ടോ. നമ്മൾ ഏകദേശം ഈ കുനാഫൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ചീസിന് പകരം നമ്മളിപ്പോൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നട്ട്സ് അങ്ങനെ നേരിട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് കുനാഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡോയിൽ നമ്മൾ ബട്ടർ മെൽട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. മെൽട്ടാക്കിയിട്ട് തന്നെ ചേർക്കണം, എന്നാലേ ഇത് നന്നായിട്ട് കമ്പൈനായിട്ട് വരുള്ളൂ. അപ്പം ഞാനൊരു 1/4 കപ്പ് ബട്ടർ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മെൽട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/4 കപ്പ് മതി ഇത്രയും കുനാഫയുടെ ഡോയിലേക്ക്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ബട്ടർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒരേപോലെ ആക്കും വേണം കേട്ടോ. അപ്പോൾ ഇതും കുനാഫയുടെ പോലെ തന്നെ അടിപൊളി ടേസ്റ്റുള്ളൊരു സ്വീറ്റാണ്. ചിലർക്ക് ചീസൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ബട്ടറൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ട്രേയിൽ നമ്മൾ ഒരു ലെയർ നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരേ ഈവണായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒരേ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് നല്ല ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരുപാട് കട്ടിയിൽ സ്പ്രെഡ് ചെയ്യേണ്ട, കുറേശ്ശെ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഒരു ലെയർ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സോഫ്റ്റ് ആക്കിയുള്ള ബട്ടറാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മൾ കുനാഫയിൽ ചെയ്യാറില്ല. കുനാഫയിൽ നമ്മൾ നേരെ ചീസ് വെച്ച് കൊടുക്കാറാണ്. പക്ഷേ ഇതിൽ നമുക്ക് ക്രിസ്പായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ലെയറിലും ബട്ടർ സ്പ്രെഡ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ 1-2 ടീസ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം. അപ്പോൾ ഇതാ ഈവണായിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ആവും. എന്നിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് അത് ലെവൽ ചെയ്തും കൊടുക്കണം. എന്നാലും നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ കിട്ടുള്ളൂ. അത് ലെവൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പല ഷേപ്പിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ബട്ടർ തേക്കാനും അതുപോലെ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാനും വിട്ടു പോകണ്ട. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചല്ലോ നട്ട്സ്, അത് ഇതിൻ്റെ മുകളിൽ അതും ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചില സ്ഥലത്ത് കുറച്ച് കൂടുതലും ചില സ്ഥലത്ത് കുറവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ആവും. അപ്പം ഈവണായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ലെയറിൻ്റെ മുകളിലും നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്യാൻ വിട്ടു പോകണ്ട. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ഇത്രയും അതിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ബട്ടർ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് നമ്മൾ ബട്ടർ മെൽട്ടാക്കിയതും പിന്നെ ഒരു 1/4 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ ബട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്യാനും എടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത ശേഷം നട്ട്സ് നന്നായിട്ട് ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി നമ്മളിപ്പം ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള കുനാഫയുടെ ഡോ വെച്ച് കൊടുക്കുക. അതും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒരേ ഈവണായിട്ട് തിക്നെസ്സൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബട്ടർ വീണ്ടും തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാനും വിട്ടു പോകണ്ട. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ തേക്കാൻ വിട്ടു പോകരുത് കേട്ടോ, എന്നാലേ നല്ല ക്രിസ്പായിട്ട് വരുള്ളൂ. അപ്പം ഒരു ടീസ്പൂണൊക്കെ മതിയാകും. നമ്മളിപ്പം നേരത്തെ ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമ്മൾ ഈ കുനാഫയുടെ ഡോയിൽ ബട്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂണൊക്കെ ബട്ടർ ഇതുപോലെ സോഫ്റ്റ് ആയത് തേച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി സൈഡൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തും കൊടുക്കണം, എന്നാലേ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ.
അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനാണുള്ളത്. ഓവനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. പ്രീ ഹീറ്റഡ് ഓവനിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 200 ഡിഗ്രിയിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റൊക്കെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ. ഇത് താഴത്തെ റാക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം താഴത്തെ റാക്കിൽ ടെമ്പറേച്ചർ ഞാൻ 150 ഡിഗ്രിയാണ് വെച്ചിട്ടുള്ളത്. കൺവെക്ഷൻ മോഡിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ താഴെയും മേലെയും കോയിൽ ഹീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടൈം ഒരു 20-25 മിനിറ്റ് വെച്ചോളൂ. 20 മിനിറ്റ് മതിയാവും ഇപ്പോൾ തൽക്കാലം, അത് മതി. പിന്നെ നമ്മളൊരു 10 മിനിറ്റും കൂടി എക്സ്ട്രാ വെക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ 20 മിനിറ്റിൽ താഴെയും മേലെയും കോയിൽ ഹീറ്റ് ചെയ്തിട്ട് ആണ് 150 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കോയിൽ മുകളിലത്തെ കോയിൽ മാത്രമാണ് വെക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു സ്വീറ്റിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ കളർ വരണം. അപ്പോൾ ഇപ്പം ബ്രൗൺ വന്നിട്ടില്ല. അപ്പോൾ മുകളിലത്തെ കോയിൽ മാത്രം ഹീറ്റ് ചെയ്യുന്നുള്ളൂ, എന്നാലേ ആ ഒരു ബ്രൗൺ കളർ വരുള്ളൂ, നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു ബ്രൗണിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു 30 മിനിറ്റാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് 150 ഡിഗ്രിയിൽ കേട്ടോ. അപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് ഞാനത് ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട്. ഓവണിന് പുറത്തെടുക്കാം കേട്ടോ ചൂടോട് കൂട്ടിയിട്ട്. ആ ഒരു ചൂടോട് കൂട്ടിയിട്ട് നമ്മൾ തണുത്തിട്ടുള്ള നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചതുകൊണ്ട് തണുപ്പായിരിക്കും നമ്മൾ സിറപ്പ്. ആ തണുത്ത സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓവണ് നമ്മൾ എടുത്ത പടന്നെ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഈ തണുത്ത സിറപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 തവണ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സിറപ്പ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ക്രിസ്പായിട്ട് കിടക്കണമല്ലോ, അപ്പോൾ വലിച്ചെടുക്കുന്നുണ്ടാവില്ല എന്ന്. പക്ഷേ താഴെ മുഴുവൻ സോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇപ്പോൾ തന്നെ കട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ ഗ്ലാസിൻ്റെ ട്രേ ആണെങ്കിൽ താഴെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, താഴെ നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും, മുകളിൽ മാത്രമേ ഒരു ക്രിസ്പിനെസ് ഒക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഒന്നുകൂടെ സിറപ്പ് ഒഴിച്ചിട്ട് ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റണം എന്നൊന്നുമില്ല, ഞാൻ അതേപോലെ തന്നെ എടുത്തിട്ട് മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെ മാറ്റണം നിർബന്ധമൊന്നുമില്ല, ആ ഒരു ട്രേ തന്നെ വെച്ചാൽ മതി. ഞാൻ പിന്നെ ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ സിറപ്പ് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, കാരണം നമ്മുടെ ഈ ഒരു ഇത് സ്വീറ്റ് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തണുത്ത ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത്, എന്നാലേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തണുപ്പില്ലാണ്ട് ചൂടോട് കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം തണുപ്പിച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചിട്ട് തണുപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്വീറ്റാണ്. അടിപൊളി ടേസ്റ്റുള്ള സ്വീറ്റാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പോൾ കുനാഫയുടെ ഡോയും അതുപോലെ തന്നെ നട്ട്സും വീട്ടിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. കുറച്ച് ബട്ടറും വേണം കേട്ടോ. ഇത് 3 വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. മധുരം അധികം വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് മാത്രം സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കണ്ടോ, അകത്ത് ഭയങ്കര സോഫ്റ്റായിട്ടുണ്ടാവും, പുറമേ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഒരു കിടിലൻ സ്വീറ്റാണ്. എങ്ങനെയായാലും നമ്മളിത് എന്താ പറയുക, ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ബേർഡ്സ് നെസ്റ്റ് ബക്ലാവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വീറ്റ് 2 വർഷം മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഇതുപോലെ കുനാഫയുടെ ഡോയും നട്ട്സ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പിൻഡ് കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കൊക്കെ സ്വീറ്റ്സൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ്സാണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് ഗിഫ്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ള ഗിഫ്റ്റ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കാണിക്കാൻ കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് അയച്ചതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ആളുകൾ കാണുമ്പോഴല്ലേ അവർക്കൊരു എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ലൂത്ത പ്രീമിയം ഫുഡ്സിൽ നിന്നാണ്. അപ്പോൾ ഈ പ്രൊഡക്ട്സൊക്കെ ഇവിടെ UAE കാരിഫോറിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പ്രീമിയം ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും, കുറച്ച് റേറ്റും കൂടും സാധാ പ്രൊഡക്ട്സിനേക്കാളും, പക്ഷേ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവും ഓരോ പ്രൊഡക്ട്സിനും. അപ്പോൾ ഇതൊരു കോക്കനട്ട് ഓയിലാണ്. പിന്നെ കുറച്ച് വൈപ്സ് ഉണ്ട്, ക്ലീനിങ് വൈപ്സുകളുണ്ട്, ഡിസിൻഫെക്റ്റിംഗ് വൈപ്സാണ്. അങ്ങനത്തെ 1-2 ഉണ്ട്. കിച്ചൺ ക്ലീനിങ്ങും ഹോം ക്ലീനിങ്ങും വൈപ്സാണ്. ഈ ഒരു പാക്കറ്റിൽ 40 ഉണ്ട്. ഇത് ഞാൻ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ, നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വൈപ്സ് തന്നെ ആയിരിക്കും. പിന്നെ കാസ്റ്റർ ഷുഗർ, പിന്നെ അതുപോലെ ഡ്രിങ്കുകളുണ്ട്, ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ആണ് ഇതൊക്കെ. പ്യുർ കൊക്കോ ഡ്രിങ്കാണ്. അപ്പം അതിലൊന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല ഡീറ്റെയിൽ ആയിട്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സൂപ്പാണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ ഉള്ള സൂപ്പുള്ളൂ കേട്ടോ. അപ്പം പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് നോക്കിയിട്ടില്ല, ആകെ ഡ്രിങ്ക് മാത്രമേ കുടിച്ച് നോക്കിയിട്ടുള്ളൂ. ഈ ഒരു കോഫി ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രീമിയം പ്രൊഡക്ട്സും ഉണ്ട്, അതുപോലെ തന്നെ സാധാ ലെവിസ്റ്റ കോഫി പൗഡറുണ്ട്, പ്രീമിയം കോഫി പൗഡറുണ്ട്. ഇത് ഐസിങ് ഷുഗറാണ്. പിന്നെ നമ്മുടെ റാഫെല്ലോ പോലത്തെ ആർച്ചെല്ലോ നല്ല ചോക്ലേറ്റ് ആയിരുന്നു, അതും കഴിച്ച് നോക്കി. നമ്മുടെ മേളം സ്പൈസ് പൗഡേഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ജാറ് ഫ്രീയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വീണ്ടും വൈപ്സാണ്. പിന്നെ 5 കിലോയുടെ ചക്കി ഫ്രഷ് ആട്ട, വിവാട്ട ബ്രാൻഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് ഈ ലൂട്ട പ്രീമിയം ഫുഡ്സിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇവരിത് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഐറ്റംസ് അയച്ചു തന്നതല്ലേ, അപ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഇത് അടുത്ത അൺബോക്സിങ്. ഇത് നമ്മുടെ വേറൊരു ഇൻസ്റ്റാ ഫ്രണ്ട് അയച്ചു തന്നതാണ്. അപ്പം ചെറിയൊരു ഗിഫ്റ്റാണ്, പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്. ഇതാണ് ഇൻസ്റ്റാ പേജിൻ്റെ പേര്, ലിറ്റിൽ തിങ്സ് അങ്ങനെ എന്തോ ആണ് പേര്. ആ ഒരു പേര് തന്നെ കേട്ടോ. ലിങ്ക് ഞാൻ പിൻ്റെ കമൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് റൂയിമോളുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവളുടെ പേരും അവൾ ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അതുപോലെ തന്നെ ഏത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂയിമോളുടെ എല്ലാ കാര്യങ്ങളും കൂടി അടങ്ങിയിട്ടുള്ളൊരു ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഐഷസ് കിച്ചൻ്റെ പേരിലും ഒരു ഫ്രെയിമുണ്ട്. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രെയിംസാണ് രണ്ടും. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർക്ക് ഞാൻ താഴെ പിൻ്റെ കമൻ്റായിട്ട് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചൊരു തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.